നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ കൊടും ചൂടിൽ ഉരുകുകയാണ് ഉത്തരേന്ത്യ. താപനില 50 ഡിഗ്രിയോടടുത്ത് ഉയർന്നിരിക്കുകയാണ്. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലാണ് 2025 ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. താപനില 49.4 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. ഈ വർഷം ഇന്ത്യയിലെ ഒരു സ്റ്റേഷനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും ഉയർന്ന താപനിലയാണ് ശ്രീഗംഗാനഗറിൽ രേഖപ്പെടുത്തിയതെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ തീവ്ര ഉഷ്ണതരംഗം ഉണ്ടായത് പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ്. കിഴക്കൻ രാജസ്ഥാൻ, ജമ്മു, ഹരിയാന, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗമുണ്ടായി. രാജസ്ഥാനിലെ ചുരുവിൽ 47.6 ഡിഗ്രി സെൽഷ്യസും ജയ്സാൽമീറിൽ 46.9 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ സ്കൂളുകളിൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ 30 വരെ അവധി നൽകിയിരിക്കുകയാണ്. ജൂലൈ 1 മാത്രമേ സ്കൂളുകൾ തുറക്കുകയുള്ളൂ. അതേസമയം അധ്യാപകരും ജീവനക്കാരും ഹാജരാവുകയും വേണം. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് UP സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിലും അത്യുഷ്ണം തുടരുകയാണ്. സഫ്ദർജംഗിൽ ഏറ്റവും ഉയർന്ന താപനില 41.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. മൺസൂൺ ജൂൺ 25ഓടെ ഡൽഹി ഉൾപ്പെടെയുള്ള വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 18ഓടെ മധ്യ കിഴക്കൻ ഇന്ത്യയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ മൺസൂൺ എത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്.